ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് എക്സിലെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാ ചോദ്യങ്ങളും ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. പ്രോബ്ലമാറ്റിക് ടൈപ്പ് നമ്മൾ മറ്റൊരു സെഷനിലാണ് ഉൾപ്പെടുത്തുന്നത്. സോ എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ചോദ്യങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ ആക്സിലറേഷൻ ഓഫ് എ മൂവിങ് ബോഡി ക്യാൻ ബി ഫൗണ്ട് ഫ്രം. ഒരു മൂവിങ് ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ താഴെ തന്നിരിക്കുന്നതിൽ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഓപ്ഷൻ ബി ഏരിയ അണ്ടർ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്, ഓപ്ഷൻ സി സ്ലോപ്പ് ഓഫ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഓപ്ഷൻ ഡി സ്ലോപ്പ് ഓഫ് ദ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഒരു acceleration of a moving body can be found from slope of the velocity time graph. Choke coil works on the principle of. Option A transient current, option B self induction, option C mutual induction, option D wattless current. ചോക്ക് കോയിൽ വർക്ക് ചെയ്യുന്നത് എന്തിൻ്റെ പ്രിൻസിപ്പിളാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. സെൽഫ് ഇൻഡക്ഷൻ്റെ ബേസിലാണ് ചോക്ക് കോയിൽ വർക്ക് ചെയ്യുന്നത്. ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് എ ഡയാമാഗ്നറ്റിക് ആറ്റം ഈസ്. ഓപ്ഷൻ എ ഈക്വൽ ടു 0, ഓപ്ഷൻ ബി മച്ച് ഗ്രേറ്റർ ദാൻ 1, ഓപ്ഷൻ സി യൂണിറ്റി, ഓപ്ഷൻ ഡി ബിറ്റ്വീൻ 0 ആൻഡ് 1. ഒരു ഡയാമാഗ്നറ്റിക് ആറ്റത്തിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്തായിരിക്കും? ഓപ്ഷൻ എ ആണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 0. 1 Weber per meter square is equal to. Option A 10 raised to 4 Gauss, option B 4 pi into 10 raised to minus 3 Gauss, option C 10 raised to 2 Gauss, option D 10 raised to minus 4 Gauss. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നമ്മൾ ടോപ്പിക്കൊക്കെ എടുത്തപ്പം ഈ ഒരു ഭാഗം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ 10 raised to 4 Gauss ആണ് ശരി ഉത്തരം. A particle executes simple harmonic motion with a frequency omega. The frequency with which the kinetic energy oscillates is. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ഒമേഗയാണ്. അങ്ങനെയെങ്കിൽ ദ ഫ്രീക്വൻസി വിത്ത് വിച്ച് ദ കൈനറ്റിക് എനർജി ഓസിലേറ്റ് ഈസ്. ഓപ്ഷൻ എ ω/2, ഓപ്ഷൻ ബി ഒമേഗ, ഓപ്ഷൻ സി 2ω, ഓപ്ഷൻ ഡി 0. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 2ω. ഇനി ഇവിടെ ഈ ഒരു പാർട്ടിക്കിൾ അതിൻ്റെ ഫ്രീക്വൻസി 2ω ആണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? 4ω ആയിരിക്കും. The electromagnetic waves travel with a velocity. Option A equal to velocity of sound, option B equal to velocity of light, option C less than velocity of light, option D none of this. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ വെലോസിറ്റി എന്തുമായിട്ട് ഈക്വൽ ആണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റ് എന്ന് പറയുന്നത് EM വേവ് ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. 2 parallel metal plates having charges +Q and -Q face each other at a certain distance between them. If the plates are now dipped in kerosene oil tank, the electric field between the plates will. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 2 പാരലൽ മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ട്. അതിൻ്റെ ചാർജസ് ഒന്ന് +Q ആണ്, ഒന്ന് -Q ആണ്. ദെൻ അത് കെറോസിൻ ഓയിലിലേക്ക് അത് ഡിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാവുന്ന മാറ്റം എന്തായിരിക്കും? ഓപ്ഷൻ എ റിമൈൻ സെയിം, ഓപ്ഷൻ ബി ബിക്കം 0, ഓപ്ഷൻ സി ഇൻക്രീസസ്, ഓപ്ഷൻ ഡി ഡിക്രീസസ്. സോ ഇവിടെ ചേഞ്ച് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ലൊക്കേഷൻ E ഈസ് ഈക്വൽ ടു σ/ε എന്നാണ്, അല്ലെങ്കിൽ Q/ε0A. ഇപ്പോൾ ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റിയാണ്. അതായത് എയറിനേക്കാൾ പെർമിറ്റിവിറ്റി കൂടുതലാണ് കെറോസിന്. അപ്പം ഈ ε0യുടെ വാല്യൂ കൂടുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്താവണം? കുറയണം. അതായത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ടാണ് ε0യുടെ വാല്യൂ കൂടുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കുറയും. അങ്ങനെയാണത് ഡിക്രീസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇൻ ആൻ ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻറ്റ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ സക്സസീവ് മാക്സിമ ഓർ മിനിമ ഈസ്.
ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഫ്രിഞ്ച് വിഡ്ത്ത് കാണാനുള്ള ഇക്വേഷൻ ആണ്. ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ഇതിൽ ഫ്രിഞ്ച് വിഡ്ത്ത് കാണാനുള്ള ഇക്വേഷൻ? ഓപ്ഷൻ ബി ആണ്, ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി. A small bar magnet of moment capital M is placed in a uniform field H if magnet makes an angle of 30 degree with field. The torque acting on the magnet is option A mh, option B mh by 2, option C mh by 3, option D mh by 4. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ബാർ മാഗ്നറ്റ്, അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് എം ആണ്, അത് വെച്ചിരിക്കുന്നത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എച്ചിലാണ്. ദെൻ അടുത്ത പോയിൻ്റ് വന്നത് ഇഫ് ദ മാഗ്നറ്റ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ഫീൽഡ്. ആ ഫീൽഡുമായിട്ട് മാഗ്നറ്റ് ഒരു 30 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ടോർക്ക് എത്രയാണെന്നാണ് ടോർക്ക് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി എം എച്ച് ബൈ 2 ആണ് ശരി ഉത്തരം. ഇതെങ്ങനെ വരുന്നത് നോക്കാം. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എം എച്ച് സൈൻ തീറ്റ. ഇപ്പോൾ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 30 ആണ്. സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. സൈൻ 30 ഈക്വൽ ടു 1/2. ഇനി അത് ഇക്വേഷനിലോട്ട് കൊടുക്കുമ്പം ഹാഫ് ഇൻറ്റു എം എച്ച്. സോ ഈ ഒരു വാല്യൂ ആണ് എങ്ങനെ എഴുതുന്നത്? എം എച്ച് ബൈ 2 എന്ന് എഴുതുന്നത്. In the middle of the depletion layer of a reverse biased PN junction, the option A electric field is 0, option B potential is maximum, option C electric field is maximum, option D potential is 0. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ഡിപ്ലീഷൻ ലെയറിൻ്റെ മിഡിൽ എന്തായിരിക്കും? അപ്പം ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ഇവിടെ റിവേഴ്സ് ബയാസ് ആണ്. സോ റിവേഴ്സ് ബയാസ് ആകുമ്പോൾ അതിൻ്റെ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്തിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടാകുന്ന കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. സോ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. For a gas at a temperature T, the root mean square velocity Vrms, the most probable speed Vmp and the average speed Vav obey the relationship. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് വി ആർ എം എസിൻ്റെയും വി എം പിയുടെയും വി എ വിയുടെയും റിലേഷൻഷിപ്പാണ്. ഓപ്ഷൻ എ വി എ വി ഗ്രേറ്റർ ദാൻ വി ആർ എം എസ് ഗ്രേറ്റർ ദാൻ വി എം പി, ഓപ്ഷൻ ബി വി ആർ എം എസ് ഗ്രേറ്റർ ദാൻ വി എ വി ഗ്രേറ്റർ ദാൻ വി എം പി, ഓപ്ഷൻ സി വി എം പി ഗ്രേറ്റർ ദാൻ വി എ വി ഗ്രേറ്റർ ദാൻ വി ആർ എം എസ്, ഓപ്ഷൻ ഡി വി എം പി ഗ്രേറ്റർ ദാൻ വി ആർ എം എസ് ഗ്രേറ്റർ ദാൻ വി എ വി. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വി ആർ എം എസ് ഗ്രേറ്റർ ദാൻ വി എ വി ഗ്രേറ്റർ ദാൻ വി എം പി. ഇതെങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. ഫസ്റ്റ് വി ആർ എം എസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3 RT ബൈ എം. അടുത്തത് വി എ വി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 8 RT ബൈ പൈ എം. നെക്സ്റ്റ് വി എം പി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 RT ഡിവൈഡഡ് ബൈ എം. ഇനി ഇതെല്ലാത്തിലും ആർ ടി ബൈ എം ഉണ്ട്. സോ ആർ ടി ബൈ എം മാറ്റിയിട്ടുണ്ടെങ്കിൽ സോ ഇവിടെ റൂട്ട് 3 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ആർ ടി ബൈ എം വരും. നെക്സ്റ്റ് ഇവിടെ റൂട്ട് 8 ബൈ പൈ ഇൻറ്റു ആർ ടി ബൈ എം വരും. അടുത്ത കേസ് റൂട്ട് 2 ഇൻറ്റു ആർ ടി ബൈ എം വരും. സോ ഈ ടേം എല്ലാത്തിലും കോമൺ ആണ്. ഇനി റൂട്ട് 3 റൂട്ട് ഓഫ് 8 ബൈ പൈ റൂട്ട് ഓഫ് 2. ഇതിൽ ഏറ്റവും വലിയ വാല്യൂ വരുന്നത് റൂട്ട് 3 ആണ്, പിന്നെ റൂട്ട് 8 ബൈ പൈ, അടുത്തത് റൂട്ട് 2. സോ ഇതിൻ്റെ ഓർഡർ വരുന്നത് വി ആർ എം എസ്
greater than V average greater than VMP. അടുത്ത ചോദ്യം, ഹാഫ് ലൈഫ് ഓഫ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റിൻ്റെ ഹാഫ് ലൈഫ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ഓപ്ഷൻ എ എമൗണ്ട് ഓഫ് എലമെൻറ്റ് പ്രസൻറ്റ്, ഓപ്ഷൻ ബി ടെമ്പറേച്ചർ, ഓപ്ഷൻ സി പ്രഷർ, ഓപ്ഷൻ ഡി നേച്ചർ ഓഫ് എലമെൻറ്റ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, നേച്ചർ ഓഫ് എലമെൻറ്റ്. ഇൻ ആൻ LCR സർക്യൂട്ട് ദ ഷാർപ്നെസ് ഓഫ് റെസൊണൻസ് ഡിപ്പെൻഡ്സ് ഓൺ. ഓപ്ഷൻ എ ഇൻഡക്റ്റൻസ്, ഓപ്ഷൻ ബി കപ്പാസിറ്റൻസ്, ഓപ്ഷൻ സി റെസിസ്റ്റൻസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. സോ നമുക്കറിയാം Q ഈസ് ഈക്വൽ ടു 1/R ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് L/C. സോ ഇവിടെ ആറിനെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇൻഡക്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കപ്പാസിറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ആൻസർ എന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. In a hydrogen atom, which of the following electronic transitions would involve the maximum energy change? Option A, N is equal to 2 to N is equal to 1. Option B, N is equal to 3 to N equal to 1. Option C, N equal to 4 to N equal to 2. Option D, N equal to 3 to N equal to 2. Option B ആണ് ഇതിൻ്റെ ശരി ഉത്തരം. N is equal to 3 to N equal to 1. The image formed by a concave mirror is option A always real, option B always virtual, option C certainly real if the object is virtual, option D certainly virtual. ഇപ്പോൾ ഒരു കോൺകേവ് മിററിൻ്റെ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ടു അതിൻ്റെ ഫോക്കസിൻ്റെ ഇടയിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു റിയൽ ഇമേജ് ആയിരിക്കും. പക്ഷേ ഒബ്ജക്റ്റ് പോളിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ ഇമേജ് വിർച്വൽ ആയിരിക്കും. സോ ഈ ഒരു കണ്ടീഷൻ കോൺകേവ് മിററിലുള്ളത് കൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സർട്ടൈൻലി റിയൽ ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് വിർച്വൽ. An electron initially at rest is accelerated through a potential difference of 1 volt. The energy acquired by electron is option A 10 raised to minus 19 joule, option B 1.6 into 10 raised to minus 19 ERG, option C 1.6 into 10 raised to minus 19 joule, option D 1 joule. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 1.6 ഇൻറ്റു 10 റേസ് ടു മൈനസ് 19 ജൂൾ ആണ്. സോ ഇതെങ്ങനെ വരുന്നത് നോക്കാം. സോ എനർജി ഇ ഈസ് ഈക്വൽ ടു EV. സ്മോൾ ഇയുടെ വാല്യൂ നമുക്കറിയാം 1.6 ഇൻറ്റു 10 റേസ് ടു മൈനസ് 19 ആണ്. ഇൻറ്റു ഇവിടെ വോൾട്ടേജ് 1 വോൾട്ടാണ്. സോ ഈ ഒരു വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്ര തന്നെ കിട്ടുക? 1.6 ഇൻറ്റു 10 റേസ് ടു മൈനസ് 19 ജൂൾ. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. എയർഫോഴ്സ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ള സുഹൃത്തുക്കളിലോട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.